മാസപ്പടി കുടുംബത്തിന് കൊട്ടുകൊടുത്ത് ചാണ്ടി ഉമ്മൻ. ഇഡിയും CBIയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു വരുന്ന മക്കൾ BJPയിൽ പോകാതെ CPM സൂക്ഷിക്കണമെന്ന് ഉമ്മൻചാണ്ടിയുടെ മകനും MLAയുമായ ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ BJPയിൽ ചേരുമെന്ന CPMന്റെ നുണപ്രചരണം അവസാനിപ്പിക്കുവാനാണ് കുടുംബം ഒന്നടങ്കം UDF പ്രചാരണത്തിനിറങ്ങുവാൻ തീരുമാനിച്ചതെന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. നുണപ്രചരണങ്ങളിലൂടെയും കള്ളവാർത്തകളിലൂടെയും തൻ്റെ പിതാവിനെ ഇപ്പോഴും CPM വേട്ടയാടുകയാണെന്ന് ചാണ്ടി ഉമ്മൻ കുറ്റപ്പെടുത്തി. ഇഡിയും CBIയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു വരുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കൾ BJPയിൽ പോകാതെ CPM സൂക്ഷിക്കണമെന്നും ചാണ്ടി ഉമ്മൻ പരിഹസിച്ചു. ഉമ്മൻചാണ്ടിയുടെ മക്കൾ BJPയിൽ പോകുമെന്ന പ്രചാരണത്തിനെതിരെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. വെട്ടി തുണ്ടമാക്കിയാലും തൻ്റെ 3 മക്കളും BJPയിൽ പോകില്ലെന്നായിരുന്നു മറിയാമ്മ ഉമ്മൻ്റെ പ്രതികരണം. UDFിനു വേണ്ടി തങ്ങൾ പ്രചരണത്തിന് കുടുംബസമേതം എത്തും. മകൾ അച്ചു ഉമ്മനും പ്രചാരണത്തിനെത്തുമെന്നും മറിയാമ്മ അറിയിച്ചിരുന്നു. അച്ചു ഉമ്മൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമോ എന്നറിയില്ലെന്നും മറിയാമ്മ പറഞ്ഞു. അച്ചു മത്സരിക്കുമെന്ന് പാർട്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതൊക്കെ നാട്ടുകാർ പറഞ്ഞതാണെന്നും മറിയാമ്മ കൂട്ടിച്ചേർത്തു. AK ആന്റണിയുടെ കുടുംബമായി നല്ല ബന്ധമാണുള്ളത്. ആന്റണിയുടെ ഭാര്യ എലിസബത്ത് സുഹൃത്താണ്. മകൻ അനിൽ ആന്റണി BJPയിൽ പോയതിൻ്റെ കാരണം അറിയില്ല. അനിൽ BJPയിൽ പോയത് വളരെയേറെ വേദനിപ്പിച്ചു. അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ UDFിനായി പ്രചാരണത്തിന് പോകും. അത് പക്ഷേ അനിലിന് എതിരെയല്ല, ആശയത്തിനെതിരെയാണ് പ്രചരണം നടത്തുന്നതെന്നും മറിയമ്മ പറഞ്ഞു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പോടെ ഉമ്മൻചാണ്ടി തരംഗം അവസാനിക്കുമെന്ന് CPM കണക്കുകൂട്ടിയെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഇമ്പാക്ട് ജീവിച്ചിരിക്കുന്നതിലും ശക്തമാണെന്ന് വെളിവാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ജനങ്ങൾക്ക് ആ കടപ്പാടും സ്നേഹവും ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.